ഇതാരാ ദക്ഷമ്മയോ? എന്താ ഈ നേരത്ത്? കവിത എവിടെ? കവിത ചേച്ചി അവൾ എവിടെയെന്നാ ചോദിച്ചേ? എന്താ ഇവിടെ? എന്താ കാര്യം? എനിക്ക് കവിതയൊന്ന് കാണണം. കവിതേ, നീ അവിടെ ഒളിച്ചിരിക്കുകയാണോ? പുറത്തേക്ക് വാ. ദക്ഷയാ വിളിക്കുന്നേ. പുറത്തേക്ക് വാടി. ദക്ഷമ്മേ, എന്താ കാര്യം? എന്താ കവിതേച്ചി തിരക്കുന്നേ? എന്താ കാര്യം? കാര്യം എനിക്ക് അവളോട് നേരിട്ട് പറയാനുള്ളതാ. എന്നാലും അത് ശരിയല്ലല്ലോ. രാത്രി വീട്ടിലേക്ക് കയറി വന്ന് ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ? എന്താ കാര്യമെന്ന് ഞങ്ങൾക്കറിയണ്ടേ? സഞ്ജു, എന്റെ ഏട്ടനെ കാണാനില്ല. അയ്യോ, കാണാനില്ലേ? അതെ, എനിക്ക് ഉറപ്പുണ്ട്. കവിത അവളാ ഇത് ചെയ്തത്. കവിത അപ്പച്ചി, അതെങ്ങനെ? അതെ, ഞാൻ പറയുന്നത് സത്യം. അവള്, ആ കവിത എന്റെ ഏട്ടനെ എവിടെയോ പിടിച്ചു വെച്ചിരിക്കുക. എന്തായാലും കവിതേച്ചി ഇവിടെയില്ല. കുറച്ചു മുൻപേ എവിടേക്കോ പോയതാ. എവിടേക്കാ പോകുന്നെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് ദേഷ്യപ്പെട്ടാ പോയെ. സത്യാണോ നീ പറയുന്നേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അവൾ എവിടെ ഒളിച്ചാലും ഞാൻ അവളെ കണ്ടെത്തും. ദക്ഷ ആരാണെന്ന് അപ്പ അവൾ അറിയും. സഞ്ജു, ഞാൻ നിനക്കും ലച്ചുവിനും ഒരു വാർണിംഗ് കൂടി തരാം. കവിതയെ വിശ്വസിക്കരുത്. നിന്നെ ലച്ചുവിനെയും കൊല്ലാനും അവള് മടിക്കില്ല. നിനക്കറിയോ സഞ്ജു, നിന്റെ മുത്തശ്ശിയെ മാത്രമല്ല, നിന്റെ അച്ഛനെ കൊന്നതും അവളാ, ആ കവിത. നിന്നെയും നിന്റെ അമ്മയും അനാഥരാക്കിയത് അവൾ ഒറ്റ ഒരുത്തിയാ. അത് നീ മറക്കരുത്. എന്റെ ഏട്ടനെ എനിക്ക് എങ്ങനെയും കണ്ടെത്തിയേ പറ്റൂ. ഞാനത് അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. ഇനി ഞാൻ സഹിക്കില്ല. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഏട്ടനെ മാത്രമല്ല, മാണിക്യമംഗലത്തെ ആരുടെയും നേരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും കവിതയെ ഞാൻ സമ്മതിക്കില്ല. ദക്ഷയാ പറയുന്നേ. ഹലോ, ആ പറയൂ. അതെയോ? ശരി, ഓക്കെ, എനിക്ക് മനസ്സിലായി. അവിടെ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ ഉടനെ എത്തും. ഞാൻ പോവാ. കവിത, അവളെ ഞാൻ വെറുതെ വിടില്ല. ഈ ദക്ഷയാ പറയുന്നേ. ഇവർക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നമ്മളറിയാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ട്. കവിത അപ്പച്ചി ഇനി കൂടുതൽ സൂക്ഷിക്കണം. എന്നെ ഒന്ന് അഴിച്ചുവിടും. അഴിക്കാൻ മാഡം ഇപ്പൊ വരും. അതിനു മുമ്പ് നീ ഇതിൽ ഒപ്പിട്ടോണം, അല്ലെങ്കിൽ മാഡം നിന്നെ തല്ലി ശരിയാക്കും. ഇല്ലടാ, ഞാനത് സമ്മതിക്കില്ല. ഒപ്പിടല്ലേ പറഞ്ഞത്?
എന്നെ ഇടിച്ചാലും ഒന്നാലും ഞാൻ ഒപ്പിടില്ല. കൊന്നാലും നീ ഒപ്പിടില്ലല്ലേ? കവലെ, എന്നെ ഒന്ന് അഴിച്ചുവിടാൻ പറ. എന്നെ ഉപദ്രവിക്കരുത്. ഗൗതം, ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്. എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. കൊന്നാലും ഒപ്പിടില്ലല്ലേ? അടിക്കരുത് പറ. നിനക്ക് ഒപ്പിടാൻ പയ്യല്ലടാ. എന്നെ ഒന്ന് അഴിച്ചുവിട്. ഞാൻ ഒപ്പിടില്ല. നീ ഒപ്പിടും. ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇതിൽ സൈൻ ചെയ്തില്ലെങ്കിൽ ആദ്യം നിന്റെ വിരലുകൾ, പിന്നെ കൈ, എല്ലാം ഞാൻ തല്ലി ഓടിക്കും. പിന്നെ ഇഞ്ചിഞ്ചായി നിന്നെ ഞാൻ തീർക്കും. ഇവരോട് എന്നെ ഒന്ന് ചേരുന്ന പറ. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇതിലൊന്ന് ഒപ്പിടാൻ സമ്മതിക്കേ? ഞാൻ സമ്മതിക്കില്ല. ഇത് ചതിയാ. ഇത് ഞാൻ സമ്മതിക്കില്ല. ഒന്നും ചെയ്യരുത്. ഞാൻ ഒപ്പിടാം. എന്നൊന്നും ചെയ്യരുത്. ഞാൻ ഒപ്പിടാം. എന്നെ അഴിച്ചുവിട്. ഞാൻ സത്യം പറഞ്ഞ ഒപ്പിടാം. എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യ. ഞാൻ ഒപ്പിടാം. ശരി, കെട്ടഴിക്ക. ഒപ്പിട്. ഒപ്പിട്. ചെയ്ത ഈ ചതി ദൈവം പോലും പോർക്കില്ല ഗോതേ. ദൈവം? നീ പറഞ്ഞ ആ ദൈവം ഇപ്പൊ എന്റെ കൂടെയാ. നിന്നെ ഞാൻ കൊല്ലാതെ വിട്ട തന്നെ എന്റെ ഏറ്റവും വലിയ ഔദാര്യമാണെന്ന് കരുതി ഗൗതം നീ പോയി സന്തോഷിക്ക്. അപ്പൊ ശരി. ഇനി നിന്നെ ശല്യം ചെയ്യാൻ ഒരിക്കലും ഈ കവിത വരില്ല. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ഗുഡ് ബൈ ഗൗതം.
ഗൗരി ഇതിങ്ങി തന്നേക്ക്. കവിതേ, നിനക്കിനി ഇത് കിട്ടാൻ പോകുന്നില്ല. അതിങ്ങി വാങ്ങിച്ചേക്ക്. ആ മുദ്രപത്രം ഇങ്ങി തന്നേക്ക്. സഹോദരി സഹോദരനും ജീവനോട് ഇവിടുന്ന് പോണെങ്കിൽ ആ മുദ്രപത്രം ഇപ്പൊ എനിക്ക് തരണം. ദേ, എന്ത് വന്നാലും ഈ മുദ്രപത്രമായി ഇവര് പുറത്തു പോവരുത്. ഗൗരി, നിനക്ക് നീ രക്ഷയില്ല. ജീവൻ വേണമെങ്കിൽ നീ അതെനിക്ക് തന്നേക്കും. ഇല്ലെങ്കിൽ എന്റെ ആളുകൾ നിന്നെയും ഗൗതത്തെയും വെട്ടി നുറുക്കും. മുരുക, രണ്ടിനെ വിടരുത്. മുദ്രപത്രം എനിക്ക് വേണം. തോരന്നല്ലേ പറഞ്ഞ്. ഏട്ടാ, ഇങ്ങ് വിട്. ഏട്ടാ, ഗൗതം, ലച്ചു, എന്തോ വഴിപാടുകൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ, വാങ്ങിക്കോളൂ. അമ്മോ തൊഴട്ടെ എന്ന് കരുതി നിന്നതാ. ഗോവിന്ദ്, അശ്വതി. പ്രസാദം. അതെന്താ ലച്ചു എനിക്ക് അർച്ചന കഴിച്ചത്? എന്താ അത് പാടില്ലേ? ഇന്നെന്റെ ബർത്ത്ഡേ ഒന്നല്ലല്ലോ. പിന്നെ ലച്ചുവിന് അർച്ചന കഴിപ്പിച്ചെങ്കിൽ കൂടെ വന്നയാൾ എന്ന നിലയ്ക്ക് എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം. പക്ഷേ ലച്ചു എനിക്ക് വേണ്ടി മാത്രം അർച്ചന കഴിപ്പിച്ചു. ഞാൻ ഇന്നുവരെ എനിക്ക് വേണ്ടി ദൈവത്തോട് ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അത് കുട്ടിക്കാലം മുതലേയുള്ള ശീലം. എനിക്ക് നല്ലത് വരുത്തണേ, ഉന്നതിയിൽ എത്തിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച ദൈവം അത് കേൾക്കണമെന്നില്ല. നമുക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യുമ്പോഴാ ഫലപ്രാപ്തി ഉണ്ടാവുന്നത്. ഇത് എന്റെ അഭിപ്രായമൊന്നുമല്ല, മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളതാ. എനിക്ക് വേണ്ടി ദൈവത്തോട് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മുത്തശ്ശി മാത്രം.
എന്ത് ചിരിച്ചത്? ഏയ്, നെറ്റിയിൽ തൊട്ട ചന്ദനം ഒരു തണുപ്പായി ആത്മാവിൽ ചെന്ന് തൊട്ട ഒരു ഫീല്. ആ, എന്നാ ദേവിയെ ധ്യാനിച്ച് നടന്നോളൂ. ദേവിയെ ധ്യാനിച്ച് തന്നെ നടക്കുന്നത്. സാധാരണ ക്ഷേത്രത്തിലേക്ക് ലച്ചു ആരെയും കൂട്ടാറില്ല. എന്നെ വിളിച്ചപ്പോ സത്യം പറഞ്ഞ അതിശയം തോന്നി. ആ, എന്നെ കൂട്ടിക്കൊണ്ടു വന്ന് അർച്ചന കൂടി ആയപ്പോ ആ അതിശയം ആശ്ചര്യമായി. എനിക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. എന്താ ലച്ചു, മംഗലശ്ശേരിയിൽ നിന്ന് പോകുന്ന കാര്യമാണോ? അതാ നല്ലത്. നിങ്ങൾ ചെന്ന് വിളിച്ചിട്ടും സ്വാതി വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ലച്ചു എത്രയും വേഗം ആ വീട്ടിൽ നിന്ന് പോകണം. ഡോക്ടറോട് പോലും ചോദിക്കാതെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാ ചേച്ചിയുടെ അമ്മ വന്ന് ചേച്ചിക്ക് വിശേഷമുള്ള കാര്യം പറയുന്നത്. കാര്യങ്ങളൊക്കെ കാവേരി ചേച്ചി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. സ്വാതി ലച്ചുവിന് നേരെ പൊട്ടിത്തെറിച്ചു കാണുമെന്ന് എനിക്കറിയാം. ഒരു കുഞ്ഞാവുന്ന നിലയ്ക്ക് പതിയെ അവരുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങും. ലച്ചു പിന്നീട് ഒരിക്കൽ പോലും സഞ്ജുവിൻ്റെയോ സ്വാതിയുടെ മുന്നിലേക്ക് ചെല്ലാതിരുന്നാൽ മാത്രം മതി. സത്യം പറഞ്ഞ മനസ്സ് തണുക്കുമ്പോൾ സ്വാതി തന്നെ ലച്ചുവിനെ കാണാൻ വന്നെന്നും വരും. പക്ഷെ ഇപ്പോൾ ഒരു ഒഴിഞ്ഞുമാറ്റം അനിവാര്യമാണ്. ഇതൊക്കെ ഒരു പ്രതീക്ഷ മാത്രം. ചേച്ചിയുടെ വാശി നാൾക്ക് നാൾ കൂടി വരുത്തേയുള്ളൂ. കാണാൻ പോയിട്ട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ചേച്ചി എന്നെ അനുവദിച്ചില്ല. ചേച്ചി വരും. അതിന് ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടതിന് ഞാൻ സമ്മതം പറയണം. എന്താ സ്വാതി ലച്ചുവിനോട് ആവശ്യപ്പെട്ടത്? മംഗലശ്ശേരി വിട്ട് പോകാൻ തന്നെയാണോ? അല്ല, എന്തായാലും എന്നോട് പറഞ്ഞൂടെ? അത് പറയാൻ തന്നെയാ ഞാൻ ഡോക്ടറിനെ വിളിച്ചത്. ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കണമെന്ന്. എന്നിട്ട് ലച്ചു എന്ത് പറഞ്ഞു? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചേച്ചി അത് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ടത്. ഇതിന് എനിക്കൊരു മറുപടിയോ അഭിപ്രായമോ പറയാനില്ല ലച്ചു. വിവാഹത്തിന് ഞാൻ ഡോക്ടറോട് സമ്മതം പറയാണ്. ഡോക്ടറുടെ ജീവിതത്തിലേക്ക് വരാൻ ഒരു യോഗ്യതയില്ലാത്ത പെണ്ണാ ഞാൻ. നല്ല വിദ്യാഭ്യാസമില്ല, പറയാനൊരു കുടുംബമില്ല, തീർത്തും അനാഥ. ഇതിനെല്ലാം പുറമെ ഒരു രണ്ടാം കെട്ടുകാരി. വിവാഹം ഒരു സമൂഹത്തെ അറിയിച്ച് നടത്തുന്ന ചടങ്ങല്ലേ. ദദ്രയത്ത് മനയിലെ ഡോക്ടർ ഗോവിന്ദിന്റെ ഭാര്യ. ഞാനീ പറഞ്ഞതുപോലെ ഒരു പെണ്ണായാൽ മനയ്ക്കതൊരു കളങ്കം തന്നെയാവും. ലച്ചുവിന്റെ ഓരോ വാക്കുകളും എന്നെ താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, എന്താ അങ്ങനെ പറയാൻ? ഞാനൊരു പെണ്ണിനെ കണ്ട് മോഹിച്ചെന്ന് പറയാം. പക്ഷെ എന്റെ മുത്തശ്ശനും അച്ഛനും ലച്ചുവിനെ എന്റെ ഭാര്യയായി ആഗ്രഹിക്കുന്നത് അവര് വിഡ്ഢികളായതുകൊണ്ടാണോ? വീടിന് മുന്നിലെ പൂന്തോട്ടത്തിൽ ഭംഗിയുള്ള പൂക്കളുണ്ടാവും.
ഔഷധ ഗുണമുള്ള ചെടികൾ വിടരുന്നത് കൊടും കാട്ടിനുള്ളില. ഇതിന്റെ മുത്തശ്ശൻ പറയാറുള്ളതാ. ലച്ചു അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോ ഞാൻ അമ്മയെ വിളിച്ച് വിലക്കിയതാ. ഇനി വിവാഹകാര്യവുമായി ആരും മംഗലശ്ശേരിയിലേക്ക് പോകരുതെന്ന്. ഇപ്പോ ലച്ചു സ്വാതിക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനൊരു തീരുമാനം എടുക്കുവാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഞാനത് സ്വീകരിക്കും. പക്ഷെ നാളെ മാറ്റി പറയരുതെന്ന് മാത്രം. ഇല്ല,